21,000 രൂപയും 21,000 താഴെ വരുന്നവർക്കാണ് നമ്മൾ ESA കൊടുക്കുന്നത്. നേരത്തെ ഇൻട്രോ പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, സ്റ്റാറ്റ്യൂട്ടറി ഇൻട്രോ പാർട്ടി പറഞ്ഞിട്ടുള്ളതാണ്. 21,000 ESA സ്ലീവിംഗ് എമൗണ്ട് ആണ്. 10ൽ കൂടുതലുള്ള എംപ്ലോയീസ് ഉള്ള സ്ഥാപനത്തിലാണ് നമ്മൾ ESA പ്രൊവൈഡ് ചെയ്യേണ്ടത്. 10ൽ കൂടുതൽ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ESA കൊടുക്കണം. ESA എന്ന് പറയുന്നത് എന്താണ്? ഒരു മെഡിക്കൽ ഫെസിലിറ്റി അറേഞ്ച് ചെയ്യാണ്, ഒരു ഇൻഷുറൻസ് രീതിയിൽ നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു മെഡിക്കൽ ഫെസിലിറ്റിയാണ് ESA എന്ന് പറയുന്നത്. ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എംപ്ലോയീസിന് റിട്ടയർമെൻറ്റ് മീൻസ് ഒരു സർവീസിലിരുന്ന് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ നോമിനിക്ക് എന്ത് കിട്ടും? പെൻഷൻ കിട്ടും. അതേ കണക്ക് തന്നെ ഡിസബിലിറ്റി ആണെങ്കിൽ അതിൻ്റെ പെൻഷൻ കിട്ടും. സ്പെക്സും കാര്യങ്ങൾ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അതിൻ്റെ റീഇംബേഴ്സ്മെൻറ്റും കിട്ടും. അങ്ങനെ ഓപ്പറേഷൻ ഫെസിലിറ്റി ഉണ്ട്, OP ഫെസിലിറ്റി ഉണ്ട്, IP ഫെസിലിറ്റി ഉണ്ട്, മെറ്റേണിറ്റി ഉണ്ട്, പെറ്റേണിറ്റിയും ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് എന്തുണ്ട്? ESA ഇൻഷുറൻസ് ലൈക്ക് ഒരു സ്കീമാണ് എംപ്ലോയീസിന് കൊടുക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് കോൺട്രിബ്യൂഷൻ എംപ്ലോയും കൊടുക്കും, എംപ്ലോയറും കൊടുക്കും. നേരത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഇതെല്ലാം. ഓക്കെ, ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ റേറ്റ് എന്ന് പറയുന്ന സീലിംഗ് എമൗണ്ട് 21,000 ആണ്. 21,000 മുകളിൽ വരുന്നവർക്ക് നമുക്ക് എന്ത് കൊടുക്കണ്ട? ESA കൊടുക്കണ്ട. അതുമല്ല, ഏത് സ്ഥാപനമാണ് അഡോപ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 10ൽ കൂടുതൽ ഏതൊരു സ്ഥാപനത്തിലാണോ 10ൽ കൂടുതലുള്ള എംപ്ലോയീസ് കൗണ്ട് ഉള്ളത് അവർ എന്ത് ചെയ്യണം? ESA സ്കീമിൽ രജിസ്റ്റർ ചെയ്യുകയും എംപ്ലോയീസിന് ESA കൊടുക്കുകയും വേണം. ഒരു എംപ്ലോയി വന്നു കഴിഞ്ഞ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 10 ദിവസത്തിനകം ESA സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യണം. എല്ലാ മാസവും, അതായത് ഡിസംബറിൽ നമ്മൾ പേറോൾ കൊടുത്ത് പേറോളിനകത്ത് ESA കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജാനുവരി 15 മുമ്പ് കോൺട്രിബ്യൂഷൻ ഫയൽ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. കോൺട്രിബ്യൂഷൻ റേറ്റും പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയി ആണെങ്കിൽ 0.75%, എംപ്ലോയർ ആണെങ്കിൽ എത്ര വരുന്നു? 3.25%. അതിനകത്ത് എത്രയാണ് ഏൺ ചെയ്തത്? ഏൺ ചെയ്ത ഗ്രോസ് സാലറിക്കകത്തുനിന്ന് എന്ത് മൈനസ് ചെയ്യണം? വാഷിംഗ് അലവൻസ് ആയ 500 മൈനസ് ചെയ്യണം. ഇതാണ് ബേസ്മെന്റ് എന്ന് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കാൽക്കുലേഷനിലോട്ട് പോകാം. ഓക്കെ, ഈസിക്കൽ ടു ഈ ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മളുടെ ഗ്രോസ് പേ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 21,000 ആണെങ്കിൽ കൊടുക്കണോ? വേണ്ട, 0. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എത്രയാണോ ഏൺ ചെയ്ത ഗ്രോസ് സാലറിന്ന് മൈനസ് എന്ത്? വാഷിംഗ് അലവൻസ് മൈനസ് ചെയ്തിട്ട് അതിൻ്റെ 0.75% ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ. ഇയാൾക്ക് ESA വരുമോ? 0 വന്നതിന് കാരണം എന്താ? ഇയാളുടെ സാലറി എത്രയാണ്? 32,000 ആണ്. 32,000 അല്ലേ? ഓക്കെ, 32,000 ഉള്ള ആൾക്ക് കൊടുക്കണോ? വേണ്ട. അത് വെച്ച് താഴോട്ട് പിടിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എമൗണ്ട് ഓട്ടോമാറ്റിക്കലി ഫിൽഡ് ആവും. ഇവർക്കൊക്കെ 0 വരാൻ കാരണം എന്താണ്? ഇവരുടെ എല്ലാം സാലറി എന്ന് പറയുന്നത് 22,500 ആണ്. സോ 0. ഇവിടെ 45,161 ആണ്, അതുകൊണ്ട് 0 ആണ്. ഓക്കെ, നമ്മൾ ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത് ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഫംഗ്ഷൻ ഇസിക്കൽ ടു ഇട്ടിട്ട് ഈ ഫംഗ്ഷൻ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളുടെ ഗ്രോസ് പേ എന്ന് പറയുന്നത് 21,000 എബോവ് ഗ്രേറ്റർ ദാൻ 21,000 ആണെങ്കിൽ 0യും, അല്ലെങ്കിൽ ഏൺ ചെയ്ത ഗ്രോസ് സാലറിന്ന് എന്ത് മൈനസ് ചെയ്യണം? വാഷിംഗ് അലവൻസ് മൈനസ് ചെയ്തിട്ട് അതിൻ്റെ 0.75% ആണ് ESA. ഇതാണ് ESA ഡിഡക്ഷൻ. ഓക്കെ, ക്ലിയർ?